പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗം ഉടൻ ആരംഭിക്കും. വിജ്ഞാപനത്തിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി വക്കാലത്തിൽ ഒപ്പിട്ടു. ഷഹദ് റഹ്മാൻ മലപ്പുറത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹദ്, ഈ അടിയന്തര നേതൃയോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഒപ്പം തന്നെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? പി.കെ. കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ സാദിഖലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു അടിയന്തര സാഹചര്യം അല്ലെങ്കിൽ അടിയന്തര സ്വഭാവം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു യോഗം തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും CAA വിഷയത്തിൽ ഇനി തുടർന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യണം അല്ലെങ്കിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്നതാണ് ഈ യോഗത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. കാരണം ഇതിനോടകം തന്നെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കൂടാതെയാണ് ഇപ്പോൾ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്ന പശ്ചാത്തലത്തിൽ ഇന്ന് മറ്റൊരു കേസ് കൂടി ഇപ്പോൾ അടിയന്തര സ്വഭാവത്തിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി അത് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗം ആരംഭിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ഷഹദ് റഹ്മാൻ മലപ്പുറത്തു നിന്നും നൽകിയത്.